അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം നവംബർ മാസം 28-ാം തീയതി, ഈ മാസം 28-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 31-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. ഡിഗ്രിയാണ് അതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. തത്തുല്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി എത്രയാണ്, അതുപോലെ തന്നെ നിലവിൽ എത്ര ആണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും എത്ര നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്നാണ് അവസാനിക്കുന്നത്, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ മറുപടി ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, സർവകലാശാല അസിസ്റ്റന്റ്. അപ്പോൾ 12 സർവകലാശാലകളിലാണ് അസിസ്റ്റന്റ് നിയമനത്തിലുള്ള വിജ്ഞാപനമാണ് ഈ നവംബർ മാസം 28-ാം തീയതി PSC പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 12 സർവകലാശാലകളിൽ നിയമനം നടത്താൻ വേണ്ടിയിട്ട് PSCക്ക് അധികാരമുള്ളത്? നേരത്തെ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? മുൻപ് 13 സർവകലാശാലകളിലാണ് അസിസ്റ്റന്റ് നിയമനം PSCയുടെ റാങ്ക് പട്ടികയിൽ നിന്നായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഇതിനു മുമ്പത്തെ 3 വിജ്ഞാപനവും ആ വ്യവസ്ഥ അനുസരിച്ചാണ് തയ്യാറാക്കിയത്. പക്ഷേ അതിനുശേഷം നിയമ സർവകലാശാലകളിൽ, അതായത് നിയമ സർവകലാശാലകളിലെ നിയമനങ്ങൾ PSCയിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതിനാൽ നിയമ സർവകലാശാല ഒഴിവുകളിനി PSCക്ക് റിപ്പോർട്ട് ചെയ്യില്ല. മറ്റ് 12 സർവകലാശാലകളിലേക്കായിരിക്കും PSCക്ക് ഇനി നിയമനം നടത്താനുള്ള അധികാരം ഉള്ളത്. കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ, കുസാറ്റ്, കാർഷികം, സാങ്കേതികം, ഫിഷറീസ്, ആരോഗ്യം, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ്, ശ്രീശങ്കര, സംസ്കൃതം, മലയാളം എന്നിവയാണ് ഈ സർവകലാശാലകൾ. അപ്പോൾ ഈ 12 സർവകലാശാലകളിലേക്കുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നിയമന ശുപാർശയാണ് ഈ മാസം 28-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വിജ്ഞാപനം കഴിഞ്ഞ 2022-ലാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയും 2024 മാർച്ച് 11-ന് അതിൻ്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റാങ്ക് പട്ടികയുടെ കാലാവധി എന്നാണ് അവസാനിക്കുന്നത്? ഈ അടുത്ത വർഷം 2026 പ്രസ്തുത റാങ്ക് പട്ടികയുടെ 2027 മാർച്ച് 10-ാം തീയതി വരെ റാങ്ക് പട്ടികയ്ക്ക് കാലാവധി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ റാങ്ക് പട്ടികയിൽ ഇതുവരെ 294 പേർക്കാണ് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ യോഗ്യരല്ലാത്തവരില്ലാത്തതിനാൽ DA MD വിഭാഗത്തിലുള്ള 14 ഒഴിവ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ പ്രസ്തുത റാങ്ക് പട്ടികയിൽ 779 പേരാണ് മുഖ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത്. 770 പേരാണ് മുഖ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉപപട്ടികയിൽ, സംവരണ ഉപപട്ടികയിൽ 779 പേരും ഭിന്നശേഷി പട്ടികയിൽ 35 പേരും എന്നിങ്ങനെയാണ് റാങ്ക് പട്ടികയിലുള്ളവരുടെ എണ്ണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുവരെ നിലവിൽ 294 നിയമനങ്ങളാണ് നിയമന ശുപാർശയാണ് ഇതുവരെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ ഏകദേശം 6 ലക്ഷത്തോളം അപേക്ഷകളാണ് PSC പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ, ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതുകൊണ്ട് തന്നെ 6 ലക്ഷം അപേക്ഷകൾ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനത്തിൽ വരുന്നതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 to 36 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വർഷം ഞാൻ പറയാം. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം.
അപ്പോൾ OBC-കാർക്ക് എങ്ങനെയാണ് 3 വർഷത്തെ ഇളവുണ്ട് അല്ലേ? 1989 3 വർഷം കുറച്ചാൽ 1986, അതായത് 2/1/1986 ശേഷമുള്ളവർക്ക് ഇതിലേക്ക് OBC-കാർക്ക് അപേക്ഷിക്കാം. അപ്പോൾ SC/ST-കാർക്ക് 5 വർഷത്തെ വയസ്സിളവുണ്ട് അല്ലേ? 2/1/1984 ശേഷമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വയസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഈ മാസം 28-ാം തീയതി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.